ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു എയർലൈൻ ടോപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, 3 മീറ്ററിൻ്റെ. അപ്പം ഇത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഈ സൈഡ് ഓപ്പണും നമ്മളുടെ ഭാഗത്തേക്ക് ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്, ഫോൾഡിങ് ഉള്ള ഭാഗമാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനിത് 43 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലെ അളവുകൾ അടയാളപ്പെടുത്താം. ഷോൾഡർ 6.5 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം 3 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു ബോക്സ് ആയിട്ട് ഇതുപോലെ വരച്ചിട്ട് നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബാക്ക് നെക്ക് 3 ഇഞ്ചിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കർവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോളാണ് അടയാളപ്പെടുത്താനുള്ളത്. ആം ഹോൾ ഞാൻ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം ചെസ്റ്റിൻ്റെ വിഡ്ത്ത് ഞാൻ 10.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തയ്യൽ തുമ്പ് അടക്കമാണ് 10.5 ഇഞ്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 14 ഇഞ്ചിലാണ്. 14 ഇഞ്ചിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് 9.5 ഇഞ്ചിലാട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് സീറ്റിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്താനുള്ളത്. സീറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ 20 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം സീറ്റിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചാണ്. അപ്പം അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. ഇതുപോലെ ടാപ്പ് മടക്കി വെച്ചിട്ട് അവിടെ പോയിൻ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടമാണ് അടയാളപ്പെടുത്താനുള്ളത്. ബോട്ടം ഞാൻ 16.5 ഇഞ്ചാണ് എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ നിന്ന് മുകളിലോട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക താഴെ. ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ പോയിൻറ്റുകളും ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഫ്രണ്ട് പാർട്ട് മാത്രം പിടിച്ചിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് ഇതുപോലെ ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ നമുക്ക് ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്ലീവ് ചെരിച്ച് വരച്ച് കൊടുക്കാം. ശേഷം ബോട്ടം 6.5 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ആം ഹോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും ഒന്ന് ഇതുപോലെ ഉള്ളിലോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ട് നമുക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഭാഗവും ഒരുപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചെടുക്കുമ്പോൾ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ടാകും. വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് നോക്കുക. നെക്കിൻ്റെ ടോപ്പിൻ്റെ നല്ല ഭാഗവും കട്ട് പീസിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ട് നമുക്കിതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ചിൽ തട്ടാതെ നമുക്ക് ചെറുതായിട്ട് കട്ടുകൾ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ സ്റ്റിച്ച് വരുന്ന ഭാഗവും ഈ ഭാഗവും കൂടെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഭാഗവും ഈ പീസിൻ്റെ ഭാഗവും കട്ട് പീസിൻ്റെ ഭാഗവും ഒരേ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമുക്കതിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഉള്ളിലോട്ട് മറിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിലൂടെ പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തത് സിഗ്സാഗ് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്കിതിൻ്റെ നെക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭാഗവും ബാക്കിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ശേഷം സ്ലീവിൻ്റെ താഴെ ഭാഗം ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ടോപ്പിൻ്റെ ബോട്ടം ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് യോജിപ്പിച്ചിട്ടുണ്ട്. താഴ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മളുടെ ടോപ്പ് കിട്ടിയിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് എയർ ലൈൻ കുർത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൻ്റെ സ്ലീവിന് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ടോപ്പ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താഴ് ഭാഗമൊക്കെ നല്ല ഭംഗിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് സ്ലീവ് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. സ്ലീവും കൂടെ കൊടുത്തിട്ട് ഇതുപോലെയാണ് നമുക്ക് ടോപ്പ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടമായെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.